കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് ഇസ്രയേൽ ഗാസയിലേക്ക് യുദ്ധക്കുരുതി ആരംഭിച്ചത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ട് നീണ്ടതും വേദനാജനകവുമായ 300 ദിവസങ്ങൾ പിന്നിട്ടു. കഴിഞ്ഞ 10 മാസങ്ങൾ UAE-യിൽ താമസിക്കുന്ന പലസ്തീൻ പ്രവാസികൾ വികാരങ്ങളുടെയും ഭയത്തിന്റെയും അനിശ്ചിതത്വങ്ങളുടെയും നാളുകളിലൂടെയാണ് കടന്നുപോയത്. UAE-യിൽ നാട്ടിലേക്ക് മടങ്ങാനാവാതെ സംഘർഷത്തിലൂടെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ കാണാൻ സാധിക്കും. സ്കൂളും വീടും ഉപജീവന മാർഗവുമില്ലാതെ ഒരു ജനത ഇന്ന് പൂർണ്ണമായും തെരുവിലാണ്. യഥാർത്ഥത്തിൽ ഗാസയിലെ ഒരു പലസ്തീനിയൻ കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരാളെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഗാസയിലെ യുദ്ധം ഒരു ശീലമായ വാർത്തയായി മാറുന്നു എന്നതാണ് സങ്കടകരം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE നൽകുന്ന സഹായഹസ്തം ചെറുതല്ല. നിരവധി പലസ്തീനിയൻ പ്രവാസികൾ ഇന്ന് UAE-യിലുണ്ട്. അധികം വൈകാതെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന തങ്ങളുടെ കുടുംബങ്ങളെ കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് അവരെല്ലാം. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഗാസയ്ക്കുമേലുള്ള യുദ്ധം മതിയാക്കാൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടത്. ഗാസയും പലസ്തീനിയൻ ജനതയും ലോകത്തിൽ അനാഥരാകുന്ന ഒരു കാഴ്ച.